പ്രോട്ടോക്കോളിനേക്കാൾക്ക് മുകളിലാണെന്ന് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവും. ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഗവർണറുടെ പടത്തിലുള്ള ഇന്ത്യയുടെ മാപ്പ്? അത് ഇന്ത്യയുടെ മാപ്പല്ല, ഭരണഘടനയിലുള്ള ഇന്ത്യ മാപ്പല്ല. അത് അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പം വെച്ചുള്ളതാണ്. എവിടെ ഇന്ത്യൻ ഭരണഘടനയില്ല കാവിക്കൊടിയുള്ളത്? അപ്പോൾ കേരള സർക്കാർ പറയുന്ന ഔപചാരികമായിട്ടുള്ള സർക്കാർ ചടങ്ങുകളിൽ ഇതല്ല വെക്കേണ്ടത്. ഗവർണർ മനസ്സിലാക്കേണ്ടത് ക്യാബിനറ്റ് സമ്പ്രദായത്തിൽ അദ്ദേഹമല്ല ഭരണാധികാരി, അദ്ദേഹം ഒരു ഔപചാരിക തലവൻ മാത്രമാണ്. മന്ത്രിസഭ പറയുന്നതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കണ്ടേ? അപ്പോൾ ഇപ്പം അങ്ങനെയല്ല ഭാവം. അപ്പം അതുകൊണ്ട് ഇതെന്തോ നിലച്ചിറങ്ങിയ മോട്ടില്ല. സർക്കാർ ഏറ്റവും ന്യായമായിട്ടും യോജിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ എന്തോ കാരണവശാൽ ഏറ്റുമുട്ടണമെന്നുള്ളൊരു ഭാവത്തിലാണെന്ന് തോന്നുന്നു. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിന് ഈ ഗവർണർ സ്ഥാനങ്ങൾ വലിയ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും ഇങ്ങനെയാണ്. BJP കാലത്ത് അങ്ങനെ BJPയുടെ രാഷ്ട്രീയ ചട്ടുകങ്ങളായിട്ട് ഗവർണർമാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ വിഷയം ഒരു വിധത്തിൽ തുറന്ന ഏറ്റുമുട്ടലിന് ഗവർണർ തയ്യാറാണെങ്കിൽ സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുക? സർക്കാരിന് എന്താ മുട്ടണമെന്നുമല്ല താല്പര്യമുണ്ട്. സർക്കാരിന് ഭരിക്കണമെന്നല്ലാതെ നല്ല ഭരണം നടത്തണമെന്നല്ലാതെ ആരുമായിട്ട് തർക്കത്തിൽ പോകാനാണ് താല്പര്യമുള്ളത്. പക്ഷേ ഇങ്ങനെ സർക്കാർ കാര്യങ്ങളിൽ BJP രാഷ്ട്രീയം കൊണ്ടുവരും. അതിനല്ല അദ്ദേഹത്തോടെ വെച്ചിട്ട്. അദ്ദേഹം കേരള സർക്കാരിൻ്റെ ഔപചാരിക തലവനാണ്. കേരളത്തിൽ നിന്ന് മന്ത്രിസഭ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ ചില സന്ദർഭങ്ങളുണ്ട്, അതെപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ പറ്റാമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭമല്ല സർക്കാർ ചടങ്ങുകൾ. ഇത് അദ്ദേഹം മനസ്സിലാക്കണം. ഒരു തവണ അല്ല, രണ്ടാമത്തെ മന്ത്രിയും ഇപ്പോൾ അതിനകത്ത് നിന്ന് പോയിരുന്ന സാഹചര്യം, എന്നിട്ട് അതിനകത്ത് പുറത്ത് പറയുന്നത് പ്രോട്ടോക്കോൾ ലംഘനമെന്ന്. അപ്പോൾ അത് സർക്കാരിനെ ഉണ്ടാക്കുന്ന ഇകഴ്ത്തലായി മാറുകയാണ്. വളരെ വളരെ മോശമായി. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഈ പ്രോട്ടോക്കോളിനൊക്കെ മുകളിലാണ് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനാണ് മന്ത്രിസഭ പ്രതിജ്ഞയെടുത്തിട്ടുള്ളത്. അല്ലാതെ ഗവർണർ സ്വയം ചിന്തിച്ചുണ്ടാക്കിയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. ഇന്ത്യയുടെ തെറ്റായ ഭൂപടം പ്രദർശിപ്പിക്കുന്നു, അതിനുശേഷമാണ് ഈ പ്രോട്ടോകോൾ ലംഘനം അടക്കം ആരോപണം വരികയും ചെയ്യുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ വളരെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. വെച്ചാൽ ഒരു സർക്കാർ ചടങ്ങിൽ വെക്കാൻ പറ്റുന്ന ഭൂപടമല്ല. ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ നല്ല ഭൂപടം. ഇതെല്ലാം ഇന്ത്യയുടെ അതിർത്തികൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ കാവിക്കൊടി. അപ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യപ്രകാരമുള്ള ഭാരതാംബയുടെ സങ്കല്പമല്ല ഗവർണർ. അത് ടാഗോറിൻ്റെ കാലത്ത് വരച്ച ഭാരതാംബയുടെ ചിത്രം ഇപ്പം ഗവർണർ വെച്ചതാ. ഇത് സങ്കല്പം തന്നെ പുലിയുടെ മുഖത്ത് നിൽക്കുന്ന അതൊരു ക്രൗര്യത്തിൻ്റെതാണ്. ഇതൊന്നുമല്ല ഇന്ത്യയെക്കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പം. അദ്ദേഹത്തിൻ്റെ സങ്കല്പം അതായിരിക്കും. സർക്കാർ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സർക്കാരിന് നിരന്തരമായിട്ട് ഏറ്റുമുട്ടാനൊന്നും താല്പര്യമില്ല. നാട്ടിലെ ഭരണം നടത്തുന്നത് താല്പര്യമില്ല. സർക്കാരിൻ്റെ കാര്യം ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും വഴങ്ങുന്നൊന്നുമില്ല. ഒരു മന്ത്രിയും വഴങ്ങുന്നില്ല. അതല്ലേ അനുഭവം. അപ്പുറം എന്താ വേണ്ടത്? ബലപ്രയോഗം. അതൊക്കെ പ്രതിപക്ഷം വെറുതെ വാചകടിക്കുന്നത്. അവരുടെ നിലപാട് ശക്തമായിട്ട് സ്വീകരിക്കുന്നത് BJPക്കെതിരായിട്ടും ഗവർണർക്കെതിരായിട്ടും. ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് ഈ ഗവർണർ സർക്കാർ പോലും മൂർച്ഛിക്കുന്നത്. അത് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിട്ട് കാണുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇതൊരു സാമാന്യ യുക്തി അനുസരിച്ചിട്ടുള്ള പ്രവർത്തന രീതിയല്ല. കഴിഞ്ഞ തർക്കത്തിന് ശേഷം ഇതൊക്കെ സെറ്റിൽ ചെയ്തു എന്നൊരു തെറ്റിദ്ധാരണയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് കാണുന്നത് അങ്ങനെയല്ല. ഒരവസരം കാത്തിരിക്കുന്ന വീണ്ടും സംഘർഷം ഉണ്ടാക്കാൻ. ഇത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്.